എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. ഈ സമയത്താണ് ആകാശ് അങ്ങോട്ട് ഓടി വരുന്നത്. ആകാശിനെ കിടപ്പ് മീനാക്ഷി ചോദിച്ചു, അല്ല ആകാശ് എന്താ ഇവിടെ? അതെ, എന്റെ ഭാര്യ എന്നെ കാണുന്ന എപ്പോ ആഗ്രഹിച്ചോ ആ സമയം ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയാണ്. അല്ല എന്താ ഇവിടെ വന്നേ? അതെ, ഹോൾസെയിൽ കടയിലെ കുറച്ച് സാധനങ്ങൾ വെക്കണ്ട, അതിനു വേണ്ടി വന്നാന്ന് പറയണം. ഓ അങ്ങനെ. അല്ല ബൈക്ക് അപ്പുറത്തിരിപ്പുണ്ട്. അതെ ആകാശ്, എനിക്ക് കുറച്ച് സംസാരിക്കാണെന്ന് പറയാം. സംസാരിക്കാൻ എന്താ? അതെ, നമുക്ക് ഏതാ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം, അവിടെ ഇരുന്ന് സംസാരിക്കാം. അതിനിപ്പോ അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താ? വാ ആകാശ്, എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ട ചില കാര്യങ്ങളാ, വരാൻ പറയാണ്. ആകാശ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ബൈക്ക് എടുത്തോണ്ട് വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ ബൈക്ക് എടുത്തോണ്ട് വന്നിട്ട് പിന്നീട് രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ മീനാക്ഷിയോട് ചോദിച്ചു, അല്ല എന്താ മീനു, നിനക്ക് എന്താ പറയാനുള്ളേ? ആകാശ്, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. കാര്യം പറ, എന്തേലും പ്രശ്നമുണ്ടോ? അമ്മ അച്ഛൻ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കാം. അതൊന്നും അല്ല. പിന്നെന്താ കുഴപ്പം? ഒന്നുമില്ല ആകാശ്. ഇതേ കാര്യം എന്താന്ന് തുറന്നു പറ. നീ നിന്റെ മുഖം എന്താ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത്? പിന്നെ മീനാക്ഷി പറഞ്ഞു, അതെ ഇന്ന് ഞാൻ വഴിക്ക് വെച്ച് എന്റെ അച്ഛനും അമ്മേനും കണ്ടെന്ന് പറയണം, ബസ് സ്റ്റോപ്പിൽ വെച്ച്. എന്നിട്ടോ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. രവി ശാന്തിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ, മീനാക്ഷിനെ പടിയടിച്ച് പിണ്ടം വെച്ചെന്നൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശിന് ഭയങ്കര സങ്കടമായി. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്റെ അച്ഛനെ അമ്മേനെ വിളിച്ച് സംസാരിക്കട്ടെ, വേണ്ട എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. മീനാക്ഷി ആദ്യമായിട്ടാണ് ഇങ്ങനെ കരയുന്നത്. ആകാശം കാണുന്നതന്നെ. പെട്ടെന്ന് ആകാശന് സങ്കടം, മീനു നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുത്തേക്ക് ചെല്ലുവാണ്. ആൾക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഓർക്ക് ഇത് എന്തു പറ്റിയെന്ന്. ഇത് റെസ്റ്റോറൻറ്റാ, നീ കരയാതിരിക്കാൻ പറയണേ. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്കറിയാം നിനക്ക് വല്ലാത്ത വിഷമമുണ്ട്. ആ കണ്ണ് തുടക്കി മീനു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ചിട്ട് ആകാശ് ഇപ്പുറത്തൊന്നും ഇരിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ ഇങ്ങനെ കാണുന്നത്. നീ ഇത്രമാത്രം സങ്കടപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. ആകാശ്, ഞാൻ സാധാരണ പെൺകുട്ടികളെ പോലെ ഒരു പെൺകുട്ടിയാ. എനിക്കുണ്ട് ഒത്തിരി മോഹങ്ങളൊക്കെ. അങ്ങനെ മോഹങ്ങളുമായിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് കയറി വന്നേ. പക്ഷെ വലിയ വലിയ മോഹങ്ങളൊന്നുമല്ല, എനിക്ക് ചെറിയ ചെറിയ മോഹങ്ങൾ എന്നെ നടത്തി തന്നാൽ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ചില സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? ഭർത്താവ് ഒത്ത് പുറത്തു പോകണം, പുറത്തുനിന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം അടിച്ചുപൊളി ടീമായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തു പോകും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, സിനിമ കാണും, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അതോ ഞാൻ പ്രതീക്ഷിക്കുന്നു ആകാശത്തിൽ നിന്ന്. പക്ഷെ അതുപോലും കിട്ടാതെ വന്നുകഴിയുമ്പോൾ മാനസികമായിട്ട് ഞാൻ തകർന്നു പോവാം. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമില്ല. പിന്നെ പുതിയ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴോ അവിടുന്ന് ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോവാ. ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു, എനിക്ക് മനസ്സിലായി മീനുവിന്റെ വിഷമം എന്താന്ന്. അതെ, നമുക്ക് ഒരു ട്രിപ്പ് പോവാന്ന് പറയാം. ഇത് വെറുതെ ആകാശം പറ്റിക്കില്ല. സത്യമാടോ, ട്രിപ്പ് പോവാം. അതിന് അച്ഛൻ്റെ അനുമതി മേടിക്കണ്ടേ? അച്ഛൻ്റെ അനുമതിയൊക്കെ ഞാൻ മേടിച്ചോളാം. ഇനിയിപ്പോൾ അച്ഛൻ അനുമതി തന്നില്ലേലും കുഴപ്പമില്ല, തന്നെ കൂടി ഞാൻ ട്രിപ്പ് പോയിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് സന്തോഷമായി. ഈ സമയത്താണ് വെയിറ്റർ വന്നിട്ട് എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. മീനാക്ഷി ഇവിടെ പറഞ്ഞു, അതെ ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ഓർഡർ ചെയ്യും. എന്താ ഓർഡർ ചെയ്തോളാം പറയണം. അങ്ങനെ മീനാക്ഷി എന്തിയുടെ കുറച്ച് ഹെവി ഫുഡ്, ഞാൻ അങ്ങനെ ഷേക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ പറയുവാണ്. അങ്ങനെ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് ആകാശ് പറഞ്ഞു, ഇതൊക്കെ എന്ത് പേരാ, ഞാനിതൊന്നും കേട്ടിട്ട് പോലും ആദ്യമായിട്ടാ കേൾക്കണേന്ന് പറയാം. എനിക്കത് അറിയാം. ആകാശിന്റെ ഈ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, ഈ നിഷ്കളങ്ക ഭാവം, അതാ എന്നെ ആകാശിലേക്ക് ആകർഷിച്ച എന്നെന്ന് പറയാം. പിന്നീട് അങ്ങനെ ഫുഡൊക്കെ വന്നപ്പോൾ ആകാശ് ചോദിച്ചു, ഇത് എങ്ങനെയാ കഴിക്കേണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയണം. കാരണം ആകാശ് ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ അമ്മയുണ്ടാക്കുന്ന ഫുഡ്, അല്ലാതെ പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കാനോ ഒന്നും പെർമിഷൻ ഇല്ലായിരുന്നു. 1 രൂപ കടയിലോ കുടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാലനപ്പം ചോദ്യം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ മീനാക്ഷിയെ സംബന്ധിച്ച് മീനാക്ഷി അങ്ങനെയല്ല. ഒറ്റ മോളാണ്, സമ്പന്നതയുടെ മടുത്തട്ടി വളർന്ന പെൺകുട്ടിയാണ്. അപ്പൊ അവളുടേതായ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാതാനും അവൾ ഇങ്ങനെ കടയിലൊക്കെ പോയി ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യുന്ന. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വീട്ടില് ധർമ്മന്റെ അടുത്തേക്ക് ഗോമതി വരുവാണ്. ഗോമതി എന്നിട്ട് പറഞ്ഞു, അതേ ബാലേട്ട കല്യാണം ആലോചിക്കുന്നുണ്ട്, മിക്കവാറും അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടാൽ ധർമ്മന്റെ മുഖം മാറി. എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതെ എനിക്കിപ്പോ കല്യാണം വേണ്ട ഏട്ടത്തിന്ന് പറയാം. കല്യാണം വേണ്ടേ? എന്താ കല്യാണം വേണ്ടാത്തെ? അത് ശരിയാവത്തില്ല. എനിക്കെന്നും ഇങ്ങനെ ഏട്ടത്തിയുടെ കൂടെ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയാം. അവിടെ കല്യാണം കഴിഞ്ഞാലും ഞങ്ങളോട് തന്നെയല്ലേ നീ ജീവിക്കുന്നത്? അതല്ല, കല്യാണം കഴിഞ്ഞ് ശരിയാവത്തില്ല എന്ന് പറയാം. കല്യാണം കഴിഞ്ഞ് ശരിയാവത്തില്ലേ? ഓഹോ, അപ്പൊ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടൊരു കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താ കുഴപ്പം? അതല്ല ഏട്ടത്തി, കല്യാണം ശരിയാവത്തില്ല. എനിക്ക് എപ്പോഴും ഏട്ടത്തിയുടെ കുഞ്ഞനുജനായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയാം. അല്ല എന്തേലും കാര്യമുണ്ടോ അവിടെ? എന്തേലും പ്രശ്നമുണ്ടോ? ബാലയുടെ നല്ല പ്രതീക്ഷയില്ല. അതെന്താണെന്നറിയോ, ബാലയുടെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കും. അപ്പുറത്തെ ഏട്ടന്മാരുടെ കാര്യം അറിയാലോ, അത് അറിഞ്ഞു വെച്ചിട്ട് അവരും എനിക്ക് വേണ്ടി ആലോചിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവരുടെ കൂടെ നിൽക്കണോ ബാലയുടെ കൂടെ നിൽക്കണോ? അതിനേക്കാളും പേര് ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് പോവാണ്. ഗോമതിക്ക് വല്ലാത്ത സങ്കടമായി. ഗോമതിക്ക് മനസ്സിലായി ധർമ്മന്റെ മാനസികാവസ്ഥ എന്താണെന്ന്. പിന്നീട് ആകാശ് ഇങ്ങനെ മുറിയിൽ
ഉം. അച്ഛനോട് പറയാം ട്രിപ്പ് പോകുന്ന കാര്യം. അച്ഛാ ഞാനൊരു ട്രിപ്പ് പോയിക്കോട്ടെ. വേണ്ട എന്ന് പറയാണ്. ഇത് കേട്ടോ പെട്ടെന്ന് ആകാശ് തിരിഞ്ഞു നോക്കി. അത് ആര്യനും ധർമ്മനും മീനാക്ഷി അങ്ങോട്ട് വന്നായിരുന്നു. ആഹാ റിഹേഴ്സലാന്ന് തോന്നല. അല്ലാതെ പിന്നെ ഞാൻ അച്ഛനോട് എന്റെ പൊന്നേട്ടാ, ഏട്ടൻ ഇപ്പോഴും നാണമില്ലേ കൊച്ചു പിള്ളേരെ പോലെ. ഒരു പുറത്തൊരു ട്രിപ്പ് പോകണമെങ്കിൽ അച്ഛന്റെ കാല് പിടിച്ച് അനുവാദം മേടിച്ചിട്ട് വേണം പോവാനായിട്ട്. മീനാക്ഷി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആര്യാന്ന് പറയാ. അതെ ഒരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ ഏട്ടൻ വരും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. ആകാശ് പറഞ്ഞു അല്ല പിന്നെ ഞാനത് അച്ഛന്റെ അനുമതി ഇല്ലാതെ. ഈ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട്. അതെ അളിയന്റെ അനുമതിയും മേടിച്ചോണ്ട് മോൻ പോകാൻ എന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മം നിനക്കൊരു ഹണിമൂണ് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അളിയനോട് പോകാൻ പറ. നീ സമ്മതം തന്നില്ലെങ്കിൽ നീ നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ, നിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ്. മാമൻ എന്താ പറയണെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞ് അതെ ഏട്ടത്തി അങ്ങോട്ട് പൊക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിക്കാനുണ്ട് എൻ്റെ ഏട്ടൻ എന്ന് പറയാണ്. മീനാക്ഷി അങ്ങോട്ട് പോയി. ഈ സമയത്ത് ആകാശിനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏട്ടത്തി ആയതുകൊണ്ട് ഇപ്പൊ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നു. കല്യാണം കഴിഞ്ഞ് പ്രതീക്ഷയോട് കൂടിയല്ലേ ഏട്ടത്തി ജീവിതത്തിലേക്ക് കടന്നു വന്നേ. അപ്പൊ ഏട്ടത്തിക്ക് ഇച്ചിരി മനസമാധാനം അതോടൊപ്പം തന്നെ സന്തോഷമൊക്കെ കൊടുക്കേണ്ട ആരുടെ കടമയാ? ഏട്ടന്റെ കടമയല്ലേ. എന്നിട്ട് ഏട്ടൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്നു കുഞ്ഞു പിള്ളേരെ പോലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഏട്ടന് മീനാക്ഷി അടുത്ത് വേണ്ടിയിരുന്നില്ലെന്ന്. ഇങ്ങനെയൊക്കെ ഏട്ടന് മീനാക്ഷി അടുത്തോട് പെരുമാറിയിരുന്നെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഏട്ടന്റെ ജീവിതത്തിലേക്ക് മീനാക്ഷി അടുത്തിനെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. പാപം അതിന്റെ വീട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചാണ്. ഇതിപ്പോ കണ്ടില്ലേ വന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇങ്ങനെയാ പോകുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മീനാക്ഷി അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വിടുമെന്ന് പറയാണ്. എടാ നീ ഇങ്ങനെ പിന്നല്ലാതെ സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാൻ അറിയത്തില്ല. അച്ഛനെ പേടിച്ചിരിക്കുന്നു. നാണമില്ലേ എന്റെ ഏട്ടാന്ന് പറയാണ്. ഇത് പറഞ്ഞ ആര്യൻ അങ്ങോട്ട് പോയി. ആകാശിന് ടെൻഷനായി. ദൈവമേ ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ല, അച്ഛനോട് നിന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഈ സമയത്ത് മീനാക്ഷി അടുക്കളയിലേക്ക് വന്നപ്പോ ഗോമതി അടുക്കള കറിക്കുള്ള കാര്യങ്ങൾ ഒരുക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ആ കത്തി അങ്ങോട്ട് പിടിച്ചു വാങ്ങി. എന്താ എന്താ നീ കാണിക്കണേന്ന് ചോദിക്കണം. അല്ല ഞാനിത് ശരിയാക്കാം. വേണ്ട ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിക്കോളാന്ന് പറയണം. പിന്നീട് ദേഷ്യപ്പെടുവാണ്. അമ്മ ദേഷ്യപ്പെടുന്ന കാണുക അമ്മേനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവുന്ന മീനാക്ഷി പറയാണ്. ഓ പിന്നെ അതിനകത്ത് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. ഓ അച്ഛൻ ഈ സൗന്ദര്യത്തിലായിരിക്കും വീണല്ലേന്ന് ചോദിക്കുക. പിന്നെ അങ്ങനൊന്നുമല്ല, അമ്മയുടെ ഈ കണ്ണും ഈ ചിരിയൊക്കെ ആയിരിക്കും അച്ഛനെ വീഴ്ത്തിയല്ലേന്ന് ചോദിക്കുക. പിന്നെ അതുകൊണ്ടൊന്നുമല്ല, എന്റെ സൗന്ദര്യത്തിലൊന്നും അല്ല ബാലേട്ടൻ വീണ, പിന്നെയോ എന്റെ സ്വഭാവത്തിലാന്ന് പറയാം. ഓ അപ്പൊ അമ്മയ്ക്ക് നല്ല സ്വഭാവം അല്ലേനെ. അത് അപ്പോഴും അല്ല, അപ്പോഴും അതെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ എന്ന് പറയാം. സ്വഭാവം മാത്രമല്ല ഞാൻ സുന്ദരിയാന്ന് പറയാം. അത് പിന്നെ അമ്മ സുന്ദരി അല്ലാതെ ഇരിക്കുവോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും കൂടെ ഒളിച്ചോടുകയല്ലേ ചെയ്തേ? അതെ ഒളിച്ചോടുക. അല്ല കല്യാണത്തിന് മുമ്പ് അച്ഛനും സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് മേടിച്ചു തരുമായിരുന്നു പ്രണയിച്ചിരിക്കുന്ന സമയത്ത്. മേടിച്ചു തരുമായിരുന്നു ചോദിച്ചാൽ മേടിച്ചു തരുമായിരുന്നു. ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചു തരുമായിരുന്നു. അങ്ങനെ വരട്ടെ. അത് വലിയ സാധനങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പൊട്ട് കൺമഷി വള അങ്ങനെയൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും അതൊക്കെ ആസ്വദിച്ചിരുന്നു പറയാം. കൊള്ളാം. അല്ലമ്മേ കല്യാണത്തിന് ശേഷമായി നിങ്ങൾ പുറത്തെങ്ങും പോയിട്ടില്ല? ഹണിമൂൺ അങ്ങനെയൊന്നും പോയിട്ടില്ല? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിട്ടുണ്ട് കൊടൈക്കനാല്. അതെ ബാലേട്ടൻ അവിടുന്ന് ഒരു ഓർഡർ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോയതാ. അങ്ങനെ പോയപ്പോ ഒരു ദിവസത്തെ ട്രിപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് വന്നിട്ട് ബാലേട്ടനും പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കൊടൈക്കനാലിലെ ട്രിപ്പ് എന്ന്. കൊള്ളാം. കൊടൈക്കനാല് തനിക്ക് കിട്ടി. കൊടൈക്കനാല് പോണം, അവിടെയാണ് പോകേണ്ടത്. അല്ല നീ എന്തിനാ ഇതൊക്കെ ചോദിച്ചേ? എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി ഇപ്പം. അറിയേണ്ട കാര്യങ്ങൾ കിട്ടിയെന്നോ? അതെ കൊടൈക്കനാല്, പിന്നെ അമ്മയ്ക്ക് പൊട്ട് കൺമിഷി എല്ലാം മേടിച്ചത്, ഇതൊക്കെ എനിക്ക് മതി എന്ന് പറയണം. ഇതൊക്കെ എപ്പം? അതൊക്കെ അമ്മ തന്നെ ഇപ്പൊ പറഞ്ഞു തന്നണം. അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ കള്ളത്തരം പറയില്ല അമ്മയെന്ന് പറയാണ്. ഗോമതിക്ക് ആ പാട്ട് ടെൻഷനായി. ഇതെങ്ങാനും ബാലേട്ടനോട് ഇവള് പറഞ്ഞു കൊടുക്കുവോ? അങ്ങനെ കൊടൈക്കനാലൊക്കെ അമ്മ ട്രിപ്പ് പോയതല്ലേ, എന്നിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ടല്ലേ. ഞങ്ങള് സ്നേഹിച്ചതിനെ കെട്ടിയതാ, വീട്ടിൽ സമ്മതിക്കാത്തോണ്ട് സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നാ. പിന്നെ എന്തിനാ അച്ഛൻ ഞങ്ങളെ എതിർക്കണേന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ ആഹാ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങ് ഓടുമ്പോ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് പുറകെ ഗോമതിയും ചെല്ലുവാണ്. ഈ സമയത്ത് ആകാശ് ഒരു തീരുമാനം എടുത്തു. ഇനി ഇത് വെച്ചോണ്ടിട്ട് കാര്യമില്ല, അച്ഛനോട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണം, പുറത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച്. ഈ സമയം ബാലൻ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കടയിലെ. അങ്ങനെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആനന്ദായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആനന്ദ് അച്ഛാ ഒരു 700 രൂപയുടെ കുറവുണ്ടെന്ന് പറയണം. അങ്ങനെ വരാൻ വഴിയല്ലോ. ബാലൻ പിന്നെ ബാലൻസ് എമൗണ്ട് കൂട്ടി നോക്കുവാണ്. അല്ലച്ചാ കുറവുണ്ട്. അതെന്ത് എങ്ങോട്ട് പോയെന്ന് അറിയില്ലോ. ഈ സമയം ആകാശം അങ്ങോട്ട് വരുന്നേ. മീനാക്ഷി ആകാശം ഉണ്ട്, കോമതി എല്ലാരും ഉണ്ട്. എടാ നീ ഇന്ന് ഞാൻ എല്ലാ സമയത്ത് ആ ചിട്ടിക്കാരന് പൈസ എടുത്ത് കൊടുത്തായിരുന്നു ചോദിക്കുക കടയിൽ നിന്ന്. ഇല്ല അച്ഛാ കൊടുത്തില്ല. പിന്നെ 700 രൂപയുടെ കുറവുണ്ടല്ലോ, 700 രൂപ എവിടെ പോയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛാ 700 രൂപ ഞാൻ എടുത്തെന്ന് പറയാം. നീയോ എന്തിനാ? അല്ല ഞാനിന്ന് മീനാക്ഷിനെയും കൂടെ പുറത്തു പോയിരുന്നു, അപ്പൊ ഫുഡ് വാങ്ങിച്ചു കഴിച്ചു എന്ന് പറയണത്. ഫുഡ് വാങ്ങിച്ചു കഴിച്ചോ കടയെന്നാ? 700 രൂപയ്ക്കോ? അല്ല അച്ഛാ 640 രൂപയെ. 640 രൂപയുടെ ഫുഡോ? നീ കൊള്ളാലോടാ, 2 പേര് ഫുഡ് കഴിച്ചപ്പോ 640 രൂപ.
ഈ സമയം ആര്യം പറഞ്ഞു, എന്റെ അച്ഛാ 640 രൂപ വലിയ കൂടുതലൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ഒരാൾ കടയിൽ കയറി ഫുഡ് കഴിച്ചാൽ പോലും 640 രൂപ ആവുമെന്ന് പറയണം. ആഹാ, നീ കൂടുതലും മിണ്ടണ്ട, ഞാൻ ഇവനോട് സംസാരിക്കുന്ന പറയാം. എടാ, നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെ ഈ 700 രൂപയുടെ ഫുഡ് കഴിക്കാനായിട്ട്? 700 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തായിരുന്നു. ഇതൊക്കെയാണ് മീനാക്ഷിയുടെ മുഖം വല്ലാതിരിക്കുക. ഈ കണക്കാണ് നീയൊക്കെ കുറെ ജീവിക്കൂലടാ, നീയൊക്കെ ഭാവിയിലേക്ക് ജീവിക്കാനുള്ളതാണ് ഇങ്ങനെ. ഓ, ഇതാ പറയുന്നത്, ആലോചിച്ചുറപ്പിച്ച് ഒരു കല്യാണം നടത്തണമെന്ന്. വലിഞ്ഞു കയറി വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സ്വന്തം ഇഷ്ടപ്പാരം കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ഇതാ അവസ്ഥ. നാളെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കട തന്നെ മിക്കവാറും കാലിയാവുന്ന എനിക്ക് തോന്നുന്നത്. പിന്നീട് ആകാശിനോട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ബാലൻ രൂക്ഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതെന്താന്ന് കാണിക്കുന്നില്ല. എല്ലാം കേട്ട് ആകാശിന്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം ആരും രക്ഷയ്ക്ക് വന്നു. ആരും പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ? ഇപ്പൊ ആകാശാടൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല, ഒരു ഭർത്താവാ. അപ്പം ഭർത്താവാകുമ്പോ അതിൻ്റെതായ കടമകളൊക്കെ നിർവഹിക്കണ്ടേ. പിന്നെ കടമകള് കടയിൽ കൊണ്ടേ ഫുഡ് വാങ്ങിച്ചിട്ടാണ് കടമകൾ നിർവഹിക്കുന്നു പറഞ്ഞ് വീണ്ടും ചീത്തയായിരുന്നു. അവസാനം ബാലന്റെ ഈ ചീത്തയെല്ലാം കേട്ടിട്ട് മീനാക്ഷിക്ക് സങ്കടം വന്നു. മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് അകത്തേക്ക് പോവാ. ആരും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു മീനാക്ഷി കരഞ്ഞോണ്ട് അങ്ങോട്ട് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് ആരിനും ആകാശവും ഒക്കെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.